ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കാണുമെന്ന് മന്ത്രി കെ രാജൻ. ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതായി റവന്യൂ മന്ത്രി കെ രാജൻ വിശദീകരിച്ചു. 2026 ജനുവരിയോടെ ലാൻഡ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ആജി സ്മാരക ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇവിടെ ലഭിക്കുന്ന പട്ടയങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതമാണ് നാം കൈമാറുന്നത്. നമുക്കിതിനകത്ത് വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യനെ മണ്ണ് കൊടുക്കുക എന്ന കർത്തവ്യത്തിൽ ഒരു രാഷ്ട്രീയവുമില്ല. അതാണ് ആത്മാഭിമാനത്തോടെ നാം കാണുന്ന ഈ വേദി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോ നമ്മുടെ എല്ലാ മേഖലകളെയും ഈ സംവിധാനങ്ങളായി മാറിയപ്പോൾ ഇപ്പോൾ മാർച്ചിൽ അവതരിപ്പിക്കപ്പെട്ട 100 വില്ലേജുകളിൽ ഏറ്റവും കൂടുതൽ വില്ലേജുകൾ കിട്ടിയ ജില്ല മലപ്പുറം ജില്ലയാണ്. കളക്ടർക്ക് അറിയുമായിരിക്കും, 13 പുതിയ സ്മാർട്ട് വില്ലേജുകൾ ഈ മലപ്പുറം ജില്ലയിലാണ് ഈ മാസം അവതരിപ്പിക്കപ്പെട്ട ലിസ്റ്റിലൂടെ കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞു. നമുക്ക് ഒരുമിച്ച് എല്ലാ മനുഷ്യരെയും ഭൂമികളുടെ ഉടമകളാക്കുന്ന മഹാപ്രക്രിയയിൽ പങ്കാളിയാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഭൂമിയുടെ ഉടമകളായവരോട് ഏറ്റവും സൗകര്യപൂർണമായി നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയുള്ളൊരു സമ്പാദ്യമായി ഇതിനെ സൂക്ഷ്മതയോടെ കരുതണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയും സ്നേഹപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പി ഉബൈദുള്ള MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MLA മാരായ KPA മജീദ്, TV അബ്ദുറഹ്മാൻ, TV ഇബ്രാഹിം, ആബിദ് ഹുസൈൻ കോയത്തങ്ങൾ, UA ലത്തീഫ്, ജില്ലാ കളക്ടർ VR വിനോദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അല്ല, ശരിക്കും ഏറ്റവും വലിയതാരാ? മെസ്സിയാണോ റൊണാൾഡോ ആണോ? അതെ, ഇവർ രണ്ടുപേരല്ല. പിന്നെ ആരാ? ഏറ്റവും വലുത് ഫാമിലിയാണ്. അതെ, ഏറ്റവും വലുത് ഫാമിലിയാണ്. വലിയ ഷോറൂം, വലിയ സൗകര്യങ്ങൾ, വലിയ ഫാമിലി തിരൂരിൽ. ഫാമിലി വെഡിംഗ് സെന്റർ.